الحمد لله رب العالمين حمدا يليق بجلال وجهه وعظيم سلطانه. جعلنا بفضله مؤمنين وأمرنا أن نكون لنعمه شاكرين، وعلى الضراء صابرين، وعلى داعين لبلادنا الأمانة والاستقرار والرخاء والازدهار والتسامح والمحبة. وأشهد أن لا إله إلا الله وحده لا شريك له، هو الأول والآخر والظاهر والباطن، وهو على كل شيء قدير. وأشهد أن محمدًا عبده ورسوله، بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم على عبدك ونبيك محمد صلى الله عليه وسلم وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وأحسن السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങൾ, സർവ്വലോക നിയന്താവായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും മരണം വരെ സ്വന്തം ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തഖികളായി മുഖ്ലിസീങ്ങളായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാം എല്ലാവരും ഈ പരിഭാവനമായ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നല്ല രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, ഭാര്യ, സന്താനങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ സംഗമമാണ് പരിശുദ്ധ ഹജ്ജ്. മുസ്ലിം ലോകം ഒരേ സമയത്ത് അവർ ജനിച്ചു വളർന്ന നാടിലോ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഒരുമിച്ച് കൂടുന്ന ഏറ്റവും വലിയൊരു സംഗമത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഹാജരായിട്ടുള്ളത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. എന്താണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം? പല ഖുത്ബകളിലായി നമ്മൾ കേട്ടതാണ്. യൗമുൽ ജുമുഅ, ഒരുമിച്ച് കൂടുന്ന ദിവസം. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസത്തെ സംബന്ധിച്ച് പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പ്രകാരം കാണാൻ സാധിക്കും. ഇന്ന യൗമൽ ജുമുഅ സയ്യിദുൽ അയ്യാം വഅഅ്ളമുഹാ ഇൻദല്ലാഹ്. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഖൈറുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം.
നമ്മളെല്ലാവരും ഖൈർ പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. ഖൈറിനായിട്ട് പ്രയത്നിക്കുന്ന ആളുകളാണ്, പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. എല്ലാവർക്കും വേണ്ടത് ഖൈറാണ്. അതിനുള്ളൊരു ദിവസമായിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസത്തെ പരിചയപ്പെടുത്തിയത്. ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഖൈറുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന യൗമുൽ ജുമുഅ സയ്യിദുൽ അയ്യാം. തീർച്ചയായും വെള്ളിയാഴ്ച ദിവസം സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവാണ്. നമുക്ക് ധാരാളം നേതാക്കന്മാരുണ്ട്. നമ്മുടെ വീടിന്റെ നേതാവാണ് നമ്മുടെ പിതാവ്. പിതാവിന്റെ അസാന്നിധ്യത്തിൽ നമ്മുടെ മൂത്ത സഹോദരൻ, അവർ രണ്ടും ഇല്ലാത്ത നമ്മുടെ ഉമ്മ, ജേട്ടത്തി, എളാപ്പമാര്, മൂത്താപ്പമാര്, വല്യാപ്പ, ഇവരൊക്കെ നമ്മുടെ വീടിന്റെ നേതാക്കന്മാരാണ്. അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിനൊരു ഭരണാധികാരിയുണ്ട്, ജില്ലക്കുണ്ട്, സ്റ്റേറ്റിനുണ്ട്, നമ്മുടെ രാജ്യത്തിനുണ്ട്, ലോകത്തിനുണ്ട്. വിശിഷ്യ വിശ്വാസികളുടെ നേതാവാണ് ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബാണ് പറഞ്ഞത്, ഇന്ന യൗമുൽ ജുമുഅ സയ്യിദുൽ അയ്യാം. തീർച്ചയായും വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ നേതാവാണ്. വഅഅ്ളമുഹാ ഇൻദല്ലാഹ്, അതിന്റെ മഹത്വം അല്ലാഹുവിന്റെ പക്കലാണ്. ഏതിനേക്കാൾ? മിൻ യൗമിൽ അദ്ഹാ വ യൗമിൽ ഫിത്ർ, ബലിപെരുന്നാളിനേക്കാളും ഈദുൽ ഫിത്തറിനേക്കാളും ചെറിയ പെരുന്നാളിനേക്കാളും വലിയ പെരുന്നാളിനേക്കാളും മഹത്വമുള്ള ഒരു ദിവസമാ സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഹാജരായിട്ടുള്ള ഈ വെള്ളിയാഴ്ച ദിവസം. എന്താ അതിന്റെ പ്രത്യേകത? ഫീഹി ഖംസു ഹിസാൽ. ഈ വെള്ളിയാഴ്ച ദിവസം 5 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖലഖല്ലാഹു ഫീഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. രണ്ടാമത്തേതോ വഅഹ്ബത്തല്ലാഹു ഫീഹി ആദം ഇലൽ അർദ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഭൂമി ലോകത്തേക്ക് പറഞ്ഞെത്തിയ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. മൂന്നാമത്തേതോ വഫീഹി തുവഫല്ലാഹു ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു തിരിച്ചു വിളിച്ചത്, അതായത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ച ദിവസം വെള്ളിയാഴ്ച ദിവസം. ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞു പോയതാണ്. സഹോദരങ്ങളെ, ഇനിയുള്ള 2 കാര്യങ്ങൾ ലോകാവസാനം വരെയുള്ള എല്ലാ വിശ്വാസികൾക്കും ബാധകമായ കാര്യമാണ്. ഏതാണ് ആ 4ാമത്തെ കാര്യം? അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീഹി സാഅ. ഈ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട്. എന്താണ് ആ സമയത്തിന്റെ പ്രത്യേകത? അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞത്, ഇന്ന ഫിൽ ജുമുഅത്തി ലസാഅ. തീർച്ചയായും വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹാ മുസ്ലിമുൻ യസ്അലുല്ലാഹു ഫീഹാ ഖൈറൻ ഇല്ലാ ആതാഹു ഇയ്യാഹു. മുത്തഫഖുൻ അലൈഹി. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിശ്ചയമായും വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്, ഒരു പ്രത്യേക മണിക്കൂറുണ്ട്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ഏതൊരു മുസ്ലിമായ മനുഷ്യൻ ആ സമയത്ത് അള്ളാഹുവിനോട് ഇഹലോകത്തെയും പരലോകത്തെയും ഒരു നന്മ ചോദിച്ചാൽ അത് അള്ളാഹു കൊടുക്കാതിരിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഈ വെള്ളിയാഴ്ച ദിവസം ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ വെള്ളിയാഴ്ച, എത്രയോ വെള്ളിയാഴ്ച, എത്രയോ ആഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഒരു വെള്ളിയാഴ്ച, ലോകാവസാനം വരെയുള്ള വെള്ളിയാഴ്ചകളിലും ഒരു പ്രത്യേക സമയമുണ്ട്. ഒരു വിശ്വാസി അള്ളാഹുവിനോട് ഇഹലോകത്തെയും പരലോകത്തെയും ഒരു നന്മ ചോദിച്ചാൽ അത് അള്ളാഹു കൊടുക്കാതിരിക്കുകയില്ല എന്ന് ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ആരെങ്കിലും ഈ ദിവസം ഒരു ഖൈറിനായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമാറാകട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, ആമീൻ എന്ന്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനോട് ചോദിക്കാനുണ്ട്. എത്ര നന്മകൾ അല്ലാഹുവിനോട് ചോദിക്കാനുണ്ട്. എത്ര ആളുകൾ ഇന്ന് സുബഹി നമസ്കാര ശേഷം അള്ളാഹുവിനോട് നന്മക്കായിട്ട് കെഞ്ചി പ്രാർത്ഥിച്ചവർ എത്ര പേരുണ്ട്? നൽകാൻ സാധ്യതയുണ്ട് എന്നല്ല പറഞ്ഞത്, നൽകുമെന്ന് ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ സമയത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാനായിട്ട് സ്വഹാബികളുടെ ഇടയിലേക്ക് വരികയാണ്. വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം, അതിന്റെ സമയത്തെ സംബന്ധിച്ച് ആ ലൈലത്തുൽ ഖദർ ഉയർത്തപ്പെട്ടതുപോലെ രണ്ട് സ്വഹാബികൾ പരസ്പരം കശപിശ കൂടുകയാണ്. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ പരസ്പരം സംസാരിച്ചുകൊണ്ട് കാട് കയറി സംസാരിച്ച് അവർ പരസ്പരം കശപിശ കൂടുന്നതിനിടയിലാണ് പ്രവാചകൻ ഇത് പറയാനായിട്ട് വന്നത്. അത് ഉയർത്തപ്പെട്ടു. എന്നാൽ ചില മുഹദ്ദിസുകൾ നസായി, അബൂദാവൂദ് പോലെയുള്ള പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് അതിന്റെ സമയം നിങ്ങൾ തേടി കണ്ടെത്തേണ്ടത് എവിടെയാണ്? സമയം നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ല എങ്കിലും ഒരു റിപ്പോർട്ടിൽ പ്രകാരം കാണാൻ സാധിക്കും, അസറിന് ശേഷമുള്ള അവസാനത്തെ മണിക്കൂറിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിച്ചുകൊള്ളുക. ഏത് മുതൽ? സുബഹി മുതൽ നിങ്ങൾ അസറിന്റെ അവസാനം വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഇതിനെ തേടിക്കൊള്ളുക എന്ന് ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറിന് വേണ്ടി എന്ത് ചോദിച്ചാലും അത് അല്ലാഹു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു തആല സഹോദരങ്ങളെ, ഖൈറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിച്ച ആളുകൾക്ക് അത് അല്ലാഹു നൽകുമാറാകട്ടെ. ഏതൊക്കെയാണ് പ്രാർത്ഥനകൾ? സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടി, മുസ്ലിം ലോകർക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. സ്വാർത്ഥമതികളാകരുത് നമ്മൾ പ്രാർത്ഥനയിൽ. എല്ലാവർക്കും വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പള്ളിയിൽ വന്നുകൊണ്ട്, ഒന്നാമത്തെ സഫിൽ വന്നുകൊണ്ട്, ഒതുവെടുത്ത് മറ്റു ചർച്ചകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ദിവസം ആരംഭിക്കുന്നത് തന്നെ സുബഹി നമസ്കാരത്തോടുകൂടി ആരംഭിക്കുകയാ പ്രവാചകന്റെ വെള്ളിയാഴ്ച ദിവസം. എന്താണ് ആ സുബഹി നമസ്കാരത്തിന്റെ പ്രത്യേകത? എന്താ? ആ നമസ്കാരത്തിലെ ഖുർആൻ പാരായണം പോലും പ്രത്യേകതയുണ്ട്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ ജുമുഅത്തി ഫി സ്വലാത്തിൽ ഫജ്ർ സൂറത്തു സജ്ദ വ സൂറത്തു ദഹ്ർ. ഈ രണ്ട് സൂറത്തുകളുടെയും, സൂറത്തു ദഹ്റും അതേപോലെ തന്നെ സൂറത്തു സജ്ദയുടെയും സാരാംശങ്ങൾ, ആശയങ്ങൾ മനസ്സിലാക്കിയാൽ മനസ്സിലാകും എന്താണ് ഈ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്ന്. അവിടെ മുതൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ആരംഭിക്കുകയാണ്. അവസാനിച്ചോ? മൻ ഖറഅ സൂറത്തുൽ കഫി യൗമുൽ ജുമുഅ അല്ലാഹു ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ. അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വെള്ളിയാഴ്ച ഒരാൾ സൂറത്തുൽ കഫ് ഓതിയാൽ അള്ളാഹു അവന് പ്രകാശം നൽകും. എങ്ങനെ? രണ്ട് ജുമുഅക്കിടയിൽ അവൻക്ക് പ്രകാശം നൽകും. ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഈ സൂറത്തുൽ കഫിന്റെ പ്രകാശം അള്ളാഹു നിലനിർത്തി തരും, അല്ലെങ്കിൽ പ്രകാശം നൽകുമെന്ന് ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മാർത്ഥമായിട്ടാണോ? പുണ്യം പ്രതീക്ഷിച്ചാണോ? പ്രവാചകന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണോ നമ്മൾ ഈ സൂറത്തുൽ കഫ് പാരായണം ചെയ്യുന്നതെങ്കിൽ അടുത്ത ജുമുഅ വരെ അതിന്റെ പ്രകാശം ലഭിക്കുമെന്ന് ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനിച്ചോ? വെള്ളിയാഴ്ച എത്രയെത്ര മഹത്വമാ സഹോദരങ്ങളെ ഈ ദിവസത്തിനുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 ഗുണം ലഭിക്കുമെന്ന് ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ 10. ആരെങ്കിലും എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 ഗുണം ലഭിക്കുമെന്ന് ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വിമർശകർ പറയുന്നത് കേൾക്കാം, സലഫികൾ, മുജാഹിദുകൾ സ്വലാത്ത് ഇല്ലാത്തവരാണ്, പിശുക്കന്മാരാണ്. പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ഇല്ലാത്തവരാണ്. ഒരു പ്രത്യേക ദിവസത്തിൽ പ്രത്യേക സമയത്ത് വട്ടമിട്ടിരുന്നു കൊണ്ട് സ്വലാത്ത് ചെല്ലുന്നത് വിമർശിക്കുന്നവരാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച അഡ്രസ്സുള്ള സ്വലാത്ത് ചെല്ലുന്നവരാ സലഫികൾ. എന്താ പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്ത്? ഇന്ന് നമ്മൾ സമൂഹത്തിൽ കേൾക്കുന്ന, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച, സമസ്തയിലെ മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആ സ്വലാത്ത് അഡ്രസ്സില്ലാത്ത സ്വലാത്താണ്. പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്ത് എന്താ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമി സ്വലാത്ത് പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്ത്. അതുമല്ലെങ്കിൽ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ചുരുങ്ങിയ സ്വലാത്ത്, ആ സ്വലാത്ത് ചെല്ലുന്നവരാണ് സലഫികൾ.
ആ സ്വലാത്ത് ചെല്ലുന്നവരാണ് മുജാഹിദുകൾ. ആ സ്വലാത്ത് ചെല്ലേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് പ്രവാചകൻ പറഞ്ഞത്, മൻ സ്വല്ലാ അലയ്യ, എന്റെ മേലിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, അവന് 10 ഗുണം ലഭിക്കുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനിച്ച സഹോദരങ്ങളെ, ഈ ദിവസം വെറുതെ കളയാനുള്ളതല്ല, ഉറങ്ങാനും കളിക്കാനും ആഘോഷിക്കുവാനുള്ള ദിവസമല്ല. പല ആളുകളും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ, അറേബ്യൻ നാടുകളിൽ വെള്ളിയാഴ്ച ദിവസം അവധിയായിരിക്കും. ആ അവധി ദിവസങ്ങളിൽ വ്യാഴാഴ്ച താമസിച്ച് കിടന്നുറങ്ങുന്നു. വെള്ളിയാഴ്ച പ്രഭാത നമസ്കാരം പാഴാക്കിക്കൊണ്ട് നേരം വൈകി എഴുന്നേൽക്കുകയും പിന്നീട് പള്ളിയിലേക്ക് മാത്രം പോകാൻ വേണ്ടി എഴുന്നേറ്റ് വരുന്ന പല ആളുകളുണ്ട്. അതിനുള്ള ദിവസമല്ല വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം മഹത്വമുള്ള ദിവസമാണ്. വെള്ളിയാഴ്ച മുസ്ലിങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടണം എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. 62-ാമത്തെ അധ്യായം സൂറത്തുൽ ജുമുഅ 9-10 വചനത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, പല ഒരു കേട്ട ആയത്താണത്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, വെള്ളിയാഴ്ച വിശ്വാസികളെ അള്ളാഹുവിന്റെ ഉത്ബോധനം കേൾക്കാൻ വേണ്ടി വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടണമെന്ന് എന്റെയോ പ്രവാചകന്റെയോ കൽപ്പനയല്ല, വിശിഷ്യ നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പടച്ചവന്റെ കൽപ്പനയാണ്. എന്താ പടച്ചവൻ പറഞ്ഞത്? ഹേ വിശ്വസിച്ചവരെ, ജുമ ദിവസത്തിന്റെ നമസ്കാരത്തിനായി വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ ഉത്സാഹിച്ചുകൊണ്ട് ധൃതി പിടിച്ചു വേണം എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. ഒരു ഷർത്ത് അവിടെ വെച്ചിട്ടുണ്ട്, വദറുൽ ബൈഅ, കച്ചവടം ഉപേക്ഷിച്ചുകൊണ്ട്. മുഫസ്സിറുകൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, വെള്ളിയാഴ്ച ദിവസം ജുമഅയുടെ സമയത്ത് കച്ചവടത്തിൽ നിന്നും കിട്ടുന്ന ആ വദറുൽ ബൈഅ എന്ന് പറഞ്ഞല്ലോ, കച്ചവടം നിർത്തിവെച്ചുകൊണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് ഹറാമാണ്. തന്ത്രശാലികളായ കുബുദ്ധിയുള്ള പല ആളുകളും പ്രായപൂർത്തിയാകാത്ത മക്കളെയോ അന്യ മത സഹോദരങ്ങളെ ആ സമയത്ത് പള്ളി കടയിൽ നിർത്തിക്കൊണ്ട് ലാഭം കിട്ടും, ധാരാളം കച്ചവടം ഉണ്ടായിരിക്കും, ആളുകളൊക്കെ അടച്ചു വന്ന സമയമാണ്, കച്ചവടത്തിൽ ലാഭം ലഭിക്കുമെന്ന കുബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക. എത്ര കോടി ലഭിച്ചാലും ആ സമയത്ത് കിട്ടുന്ന ലാഭം, കച്ചവടക്കാരെ ശ്രദ്ധിക്കുക, അതിന്റെ തഫ്സീർ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക, അമാനിമൗലിയുടെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കുക. വദറുൽ ബൈഅ, കച്ചവടം ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിളി കേൾക്കുന്നിടത്തേക്ക്, ഉത്ബോധനം കേൾക്കുന്നിടത്തേക്ക്, അള്ളാഹുവിനെ സ്മരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ധൃതി പിടിച്ചു വരണം. വദറുൽ ബൈഅ, നിങ്ങൾ കച്ചവടം ഉപേക്ഷിച്ചുകൊണ്ട്, ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അത് നിങ്ങൾക്ക് ഗുണകരമാണ്. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ കച്ചവടം ഉപേക്ഷിച്ചു വരലാണ് നിങ്ങൾക്ക് ഖൈർ. ആരാ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വതആല. സഹോദരങ്ങളെ, ഈ ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് ഗുണപ്രദമായ ധാരാളം ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുമായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ ഇതേപോലെ മിമ്പറിൽ കയറി കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബയുടെ ശൈലി എങ്ങനെയാണ്? കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖതബ ഇഹ്മറത് ഐനഹു കാന യഖറഉൽ ഖുർആൻ യുദക്കിറു الناس كأنه منذر جيش وعلى صوته واشتد غضبه سبحكم مساكم بعثت انا والساعه كهاتين. അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബയുടെ ശൈലിയ. എങ്ങനെ ഖുത്ബ പ്രവാചകൻ പറയാറ്? പ്രവാചകൻ ഖുത്ബ പറയും, യഹ്മറത് ഐനഹു, പ്രവാചകന്റെ കണ്ണുകളൊക്കെ ചുവക്കും. കാന യഖറഉൽ ഖുർആൻ, പ്രവാചകൻ ഖുർആനിലെ വചനങ്ങൾ പാരായണം ചെയ്യും. യുദക്കിറു الناس كأنه منذر جيش, ഒരു പട്ടാളത്തിലെ ക്യാപ്റ്റൻ തന്റെ കീഴിലുള്ള ആളുകളെ എങ്ങനെ നിയന്ത്രിക്കുന്നുവോ അതേ രീതിയിൽ പ്രവാചകൻ മിമ്പറിൽ കയറി നിന്ന് മുമ്പിലുള്ള ആളുകൾക്ക് ഖുർആനിലെ ആശയങ്ങൾ പ്രവാചകൻ പറഞ്ഞു കൊടുക്കും. വഅലാ സൗതുഹു, പ്രവാചകന്റെ ശബ്ദം ഉയരും. പ്രവാചകന്റെ ശബ്ദം നമ്മൾ പഠിച്ചത് എങ്ങനെയാ? വളരെ മാർദ്ദവമുള്ള, വളരെ വളരെ
വളരെ മാർദ്ദവമുള്ള ശബ്ദത്തിനുടമയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമൂഹത്തിലെ തിന്മകൾ കാണുമ്പോൾ, സമൂഹത്തിലെ അനാചാരങ്ങൾ കാണുമ്പോൾ പ്രവാചകന്റെ ശബ്ദമുയരും. പ്രവാചകന്റെ ദേഷ്യം അധികരിക്കും. സബ്ബഹക്കും മസാക്കും, രാവിലെ വരാനിരിക്കുന്നു, വൈകുന്നേരം വരാനിരിക്കുന്നു അള്ളാഹുവിന്റെ കഠിന കഠോരമായ ശിക്ഷ. എന്നിട്ട് പ്രവാചകൻ തന്റെ കൈ ചൂണ്ടുവിരലും അതേപോലെ തന്നെ മധ്യവിരലും അടുത്തുകൊണ്ട് അടുപ്പിച്ചുകൊണ്ട് പറയുന്നു, ഞാനും ലോകാവസാനവും നിയോഗിക്കപ്പെട്ടത് ഇതുപോലെയാണ്. ഞാനിതാ വന്നിരിക്കുന്നു, എന്നോട് കൂടെ തന്നെയുണ്ട് ലോകാവസാനവും എന്ന് ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു ശൈലിയാണ് സഹോദരങ്ങളെ മുജാഹിദുകളും മിമ്പറിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, ആളുകൾക്ക് കേൾക്കേണ്ട വിഷയം, ആളുകൾക്ക് പഠിപ്പിക്കേണ്ട വിഷയം മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ജുമാകളിൽ പങ്കെടുക്കാതെ നമസ്കാരത്തിൽ മാത്രം പങ്കെടുക്കുന്ന എത്രയോ നിർഭാഗ്യവാന്മാർ നമ്മുടെ ചുറ്റുഭാഗത്ത് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ജുമാ കിട്ടില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിനെയും മുത്തനബിയെയും അവർ കളിയാക്കുകയും കൊഞ്ഞനം കാട്ടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നമസ്കാരത്തിനായി മാത്രം തേടി വരുന്ന ആളുകളുണ്ട്. പോരാ, ജുമാക്ക് മിമ്പറിൽ ഇമാം കയറുന്നതിന് മുമ്പ് പള്ളിയിൽ എത്തണം എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, പ്രവാചകന്റെ നിർദ്ദേശമാണ്. സഹോദരങ്ങളെ, തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ എപ്പോഴും തിരിച്ചെടുക്കാൻ പ്രാപ്തിയും അധികാരവുമുള്ളവനാ പടച്ചവൻ. നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ട് വർഷങ്ങളോളം ഗൾഫ് നാടുകളിൽ പണിയെടുത്ത്, അതേപോലെ തന്നെ നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല വിവേകമുള്ള, പരീക്ഷയൊക്കെ എഴുതി, എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി, അല്ലെങ്കിൽ PSC പരീക്ഷയൊക്കെ എഴുതി നല്ല ശമ്പളം കിട്ടുന്ന ജോലിയൊക്കെ നേടിയെടുത്തത് എന്റെ കഴിവുകൊണ്ടാണ്, ഞാൻ ഉറക്കം ഒളിച്ചു പഠിച്ചത് കൊണ്ടാണ്, എന്റെ ബുദ്ധി കൊണ്ടാണ്, അങ്ങനെ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യമാണ് എന്ന് അഹങ്കരിച്ചു നടക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഒരു പിടുത്തമുണ്ട്. നമ്മളെ എത്ര തന്നെ കുതറി മാറിയാലും പടച്ചവന് വിടാത്ത ഒരു പിടുത്തമുണ്ട്. ആ പിടുത്തത്തിൽ നിന്നും കുതറി മാറാൻ നമുക്കാർക്കും സാധ്യമല്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ അഹങ്കാരികളായി അഹങ്കാരത്തിന്റെ ഉത്തുംഗ ശ്രേണിയിൽ കഴിയുന്ന ആളുകൾ സമൂഹത്തിൽ എത്ര മാന്യന്മാരായി കഴിഞ്ഞാലും അള്ളാഹുവിന്റെ കൽപ്പനയും പ്രവാചകന്റെ തിരുസുന്നത്തും ശാസ്ത്രയും മുഖവിലക്കെടുക്കാതെ ആരെങ്കിലും തന്നിഷ്ടം പ്രവർത്തിക്കുന്നു എങ്കിൽ, സഹോദരങ്ങളെ, നടന്നു പോകുമ്പോഴായിരിക്കാം, ഇരിക്കുമ്പോഴായിരിക്കും, വിശ്രമിക്കുമ്പോഴായിരിക്കാം, വാഹനം ഓടിക്കുമ്പോഴായിരിക്കാം, കുടുംബവുമായിട്ട് സന്തോഷത്തിൽ പങ്കെടുക്കുന്ന സമയത്തായിരിക്കാം, പടച്ചവന്റെ ഒരു പിടുത്തമുണ്ട്. ആ പിടുത്തത്തിൽ നിന്നും കുതറി മാറാൻ ഇന്നേ വരെ ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പടച്ചവനെ സൂക്ഷിച്ചുകൊണ്ട്, പടച്ചവന്റെ കൽപ്പന മുഖവിലക്കെടുത്തുകൊണ്ട്, പടച്ചവന്റെ കൽപ്പന ഞാൻ പൂർണ്ണമായി അംഗീകരിക്കേണ്ടവനാണ്, പടച്ചവന്റെ കൽപ്പന പൂർണ്ണമായി അനുസരിക്കേണ്ടവനാണ് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ഞാനും നിങ്ങളും ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വരുന്ന ചില മര്യാദകളുണ്ട്. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരിക എന്നത്, ആ മര്യാദ കൃത്യമായി പാലിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് വലിയ പ്രതിഫലമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സാധാരണ കുളിക്കുന്നത് പോലെയല്ല, ഒന്നൊരു പ്രത്യേകമായി കുളിക്കുക. സാധാരണ കുളിക്കുന്നത് പോലെയല്ല, എണ്ണ തേച്ച് നല്ല സോപ്പൊക്കെ തേച്ച് നല്ല വൃത്തിയായി ശുദ്ധി വരുത്തി ഒരാൾ കുളിക്കുന്നു. ആ കുളിച്ചതിന് ശേഷം അവന്റെ കൈവശമുള്ള സുഗന്ധം പുരട്ടി നല്ല വസ്ത്രം ധരിച്ച്, ലാളിത്യത്തിന്റെ വസ്ത്രം ധരിച്ചു, പ്രത്യേകിച്ച് ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസം നമുക്ക് പാർട്ടി മീറ്റിങ്ങിൽ പോകാൻ നമുക്ക് വെള്ള വസ്ത്രം ഉണ്ടായിരിക്കും, ഗെറ്റ് ടുഗദറിൽ പങ്കെടുക്കാൻ നമുക്ക് വെള്ള വസ്ത്രം ഉണ്ടായിരിക്കും, കല്യാണം ഉറപ്പിക്കാൻ പോകാൻ നമ്മുടെ കയ്യിൽ വെള്ള വസ്ത്രം ഉണ്ടായിരിക്കും, കല്യാണത്തിന് പോകാനുണ്ടായിരിക്കും, നാട്ടിലുള്ള എല്ലാ ഫംഗ്ഷനിലും പോകാൻ, കല്യാണത്തിന് പോകാൻ, എന്ത് പരിപാടിയുണ്ടോ അതിനൊക്കെ നമ്മുടെ കയ്യിൽ വെള്ള വസ്ത്രം ഉണ്ടായിരിക്കും. എന്നാൽ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വരാൻ നമുക്ക് ഒരു വസ്ത്രവുമില്ല. ഏതെങ്കിലും ആളുകളെ അരോചകപ്പെടുത്തുന്ന ടീഷർട്ടായിരിക്കാം, ടീഷർട്ടിന് മേലെ മുമ്പിലും പിന്നിലും എഴുതി വെച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോകളുള്ളതോ, അതേപോലെ തന്നെ ആളുകൾക്ക് മനസ്സിൽ വസ്വാസം ഉണ്ടാകുന്ന, ശ്രദ്ധ തിരിച്ചുവിടുന്ന കള്ളികളോ പല കോലത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കും നമ്മൾ പടച്ചവന്റെ മുന്നിലേക്ക് വരുന്നത്. ഈ വെള്ളിയാഴ്ച ദിവസം നമുക്കുള്ള വെള്ള വസ്ത്രം ആവശ്യമാണ്. അത് ലാളിത്യത്തിന്റെ വസ്ത്രമാണ്. എല്ലാവരും ഒരേ രീതിയിൽ ഈക്വലായിട്ട്, ആര് വലിയവനാരോ ചെറിയവരാണോ
പാവപ്പെട്ടവനാണോ പണക്കാരനാണോ കറുത്തവനാണോ വെളുത്തവനാണോ ഒരു വ്യത്യാസവുമില്ല പടച്ചവന്റെ അടുത്ത്. എല്ലാവരും തുല്യതയോടുകൂടി വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ ഒരാൾ നേരത്തെ എഴുന്നേൽക്കുന്നു, നന്നായി ശുദ്ധി വരുത്തുന്നു, എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നു, മുടിയെല്ലാം ചീക്കിയൊതുക്കി നല്ല വസ്ത്രം ധരിച്ച് നീയത്തോടുകൂടി പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്. ആ പള്ളിയിലേക്ക് പുറപ്പെട്ടു വലത് കാൽ വെച്ചുകൊണ്ട് അല്ലാഹു മഫ്തഹലി അബ്വാബ റഹ്മത്ത്, അള്ളാഹുവിന് ആ പ്രാർത്ഥനയോടുകൂടി പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. ഒന്നാമത്തെ സഫിൽ ഇരുന്നു കൊണ്ട് അവൻ അൽക്കഫ് പാരായണം ചെയ്യുന്നു. അതിനുശേഷം അവന് എന്താണോ ഭൗതികമായും പാരത്രികമായിട്ടും അവനക്ക് ലഭിക്കേണ്ട നന്മകൾ എന്തൊക്കെയാണോ അതൊക്കെ പടച്ചവന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്. ആദ്യം അവനക്ക് വേണ്ടി, അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി, ലോകർക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഒരു ചോദ്യം, മറു ചോദ്യം, ഇങ്ങനൊക്കെ ചോദിച്ചാൽ എന്താ കിട്ടുക? ഇങ്ങനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രതിഫലം? എന്താണ് എനിക്ക് കിട്ടുന്ന നേട്ടം? എന്താ? അതിനുള്ള മറുപടിയാണ് അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇങ്ങനെ ഒരാൾ പള്ളിയിലേക്ക് വരുന്നു, ഫലാ യുഫരിഖു മിൻ ഇത്നൈൻ, രണ്ടാളുകൾക്കിടയിൽ വിടവുണ്ടാക്കാത്ത രീതിയിൽ അവൻ സ്വഫിലിരിക്കുന്നു. സുമ്മ യുസല്ലി മാ കുതിബ ലഹു, പിന്നെ നിർദ്ദേശിക്കുന്ന തഹിയ്യത്ത് നമസ്കാരം അവൻ നിസ്കരിക്കുന്നു. സുമ്മ യുൻസിതു ഇദാ തകല്ലമൽ ഇമാം, പിന്നെ ഇമാം ഖുതുബ പറയുന്ന സമയത്ത് അവൻ ഖുതുബ കേൾക്കുകയും ചെയ്താൽ അവന് കിട്ടുന്ന നേട്ടം എന്താ? ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു ബൈനൽ ജുമുഅത്തുൽ ഉഖറ, അടുത്ത ജുമുഅ വരെയുള്ള സകല പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ വേണ്ടത് സഹോദരങ്ങളെ ഇതിൽ കൂടുതൽ? ഇങ്ങനൊക്കെ ഒരാൾ അടുക്കും ചിട്ടയോടുകൂടി പ്രതിഫലം ലഭിക്കുമെന്ന ആഗ്രഹത്തോടുകൂടി ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു ബൈനൽ ജുമുഅത്തുൽ ഉഖറ, അടുത്ത ജുമുഅ വരെയുള്ള സകല പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനിച്ച സഹോദരങ്ങളെ, പള്ളിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മൾ അണിയുന്ന വസ്ത്രത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, ആദം സന്തതികളെ, വിശ്വാസികളെ, ആരാധന വേളയിൽ നിങ്ങൾ അഴകുള്ള വസ്ത്രം ധരിക്കുക. കാരണം വെള്ളിയാഴ്ച മനുഷ്യർ മാത്രമല്ല പള്ളിയിൽ ഉണ്ടാകുക. ആരൊക്കെ ഉണ്ടാകുക? ഇദാ കാന യൗമുൽ ജുമുഅ കാന അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി മലായികത്തുൻ, വെള്ളിയാഴ്ച ദിവസമായാൽ കാന അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി മലായികത്തുൻ, പള്ളിയുടെ ഓരോ വാതിലുകളിലും മലക്കുകൾ ഉണ്ടായിരിക്കും. നമ്മെ പ്രതീക്ഷിച്ചുകൊണ്ട്, നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഓരോ വാതിലിന്റെ അവിടെയും മലക്കുകൾ ഉണ്ടായിരിക്കും. യക്തുബൂനൽ അവ്വലു ഫൽ അവ്വൽ, ഒന്നാമത് വരുന്ന ആളാണ് രണ്ടാമത് വരുന്ന ആൾ, ഓരോരുത്തരുടെയും പള്ളിയിൽ വരുന്നവരുടെ ക്രമമനുസരിച്ച് ഒന്നിനു പുറകെ അവർ രേഖപ്പെടുത്തി വെക്കും. ഫൈദാ ജലസൽ ഇമാം, ഇമാം മിമ്പറിൽ കയറി ഇരുന്നാലോ മലക്കുകൾ അവർ രേഖാപുസ്തകം മടച്ചു വെക്കും. അപ്പോ ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് വന്നത് ആരാണോ അവരെ രേഖാപുസ്തകത്തിലുള്ളൂ. ശേഷം വന്നവരോ അറിവില്ലായ്മ മൂലല്ലേ. ഇനിയുള്ള വെള്ളിയാഴ്ചകളിൽ ശ്രദ്ധിക്കുക. എങ്ങനെ പറഞ്ഞത്? നേരത്തെ വരുന്ന ആളുകൾ ഒന്നാമത്, രണ്ടാമത്, മൂന്നാമത്, ആ വരുന്ന ആളുകൾ സഫ് ക്രമീകരിച്ചിരിക്കുക. ഒന്നാമത് വന്ന ആളുകൾ സഫ് പൂർത്തീകരിക്കുക. പിന്നീട് വന്ന ആളുകൾ അടുത്തത് ചാടിക്കറക്കാതിരിക്കാൻ ചുമലിൽ ചവിട്ടി പുറത്തേക്ക് അല്ലെങ്കിൽ മുമ്പിലേക്ക് കടന്നു വരാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. അത്രയും കൃത്യമായിട്ട് ഒന്നാമത്തെ സഫ് നിങ്ങൾ പൂർത്തീകരിക്കുക. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞത് അടുത്ത ജുമുഅ വരെയുള്ള സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പുറത്തു തരും. ഫൈദാ ജലസൽ ഇമാം തൗ അസ്സുഫ്, അതേപോലെ തന്നെ വജാഉ യസ്തമിഊന അദ്ദിക്ർ, ആ മലക്കുകൾ പിന്നീട് എന്താ മലക്കുകളുടെ പണി? ഈ സദസ്സുകളിൽ മലക്കുകൾ ഉണ്ടായിരിക്കും. ഉണ്ട്. ആരാ പറഞ്ഞത്? ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾ പിന്നീട് ജാഉ യസ്തമിഊന അദ്ദിക്ർ, അവർ ഉത്ബോധനം കേൾക്കാൻ വന്നിരിക്കും. പള്ളിയിലെത്താനും ഒന്നാമത്തെ സഫിൽ ഇടം പിടിക്കാനും നമ്മൾ ഉത്സാഹം കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള ആഴ്ചകളിൽ, ഇനിയുള്ള മാസങ്ങളിൽ, ഇനിയുള്ള വർഷങ്ങളിൽ, ഇനിയുള്ള ആയുസ്സിൽ ഇപ്രകാരം പള്ളിയിലേക്ക് വരാൻ പ്രതീക്ഷയോടുകൂടി, നിയത്തോടുകൂടി പള്ളിയിലേക്ക് വരാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിനുള്ളതായിരിക്കട്ടെ ഇനിയുള്ള ആയുസ്. അല്ലാഹു നമുക്ക് ഇവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وكفى وحملة سنة المدافعين عنها إلى يوم الدين وبعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി നാഥനെ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതിൻ്റെതായ ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇഗ്തസല യൗമൽ ജുമുഅ വസ്ലുൽ ജനാബ. ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം ജനാബത്തുകാരൻ കുളിക്കുന്ന പോലെ കുളിച്ചാൽ, വലിയ ശുദ്ധിയുള്ള ആളുകൾ കുളിക്കുന്ന എങ്ങനെയാണ്? സാധാരണ കുളിയാണോ? അല്ല, ഒരു ശ്രദ്ധയും ഒരു സൂക്ഷ്മതയും ഉണ്ടായിരിക്കും. അതേ രീതിയിൽ ആരെങ്കിലും കുളിച്ചാൽ പിന്നെ ഒന്നാമത്തെ മണിക്കൂറിൽ എത്രയും നേരത്തെ, അത് 10 മണിയാവട്ടെ, 11 മണിയാകട്ടെ, 12 ആകട്ടെ, 12:15 12:40 കുത്തുവ തുടങ്ങുക, 12:39 ആകട്ടെ എന്ന് കാത്തിരിക്കാതെ വെളിയിലിരിക്കുന്ന ആളുകൾ, കലിങ്കിലിരിക്കുന്ന ആളുകൾ, ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ആളുകൾ, കടത്തിണ്ണയിലിരിക്കുന്ന ആളുകൾ, അരുതേ സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് പുണ്യം പ്രതീക്ഷിക്കുന്ന ആളുകൾക്കുള്ള അസുലഭ അവസരമായിട്ട് പ്രവാചകൻ പറഞ്ഞതാ, മൻ ഇഗ്തസല യൗമുൽ ജുമുഅ വസ്ലുൽ ജനാബ. ആരെങ്കിലും ജനാബത്ത്, വലിയ അശുദ്ധിയുള്ള ആളുകൾ കുളിക്കുന്നത് പോലെ കുളിച്ചാൽ, എന്നിട്ട് കുളിച്ചതിന് ശേഷം ഈ നിബന്ധനകളൊക്കെ പാലിച്ച് സുഗന്ധം പുരട്ടുന്നു. പ്രത്യേകിച്ച് പറഞ്ഞത് ഔ യമുസ്സു മിൻ തീബി ബൈത്തിഹി, തൻ്റെ വീട്ടിലുള്ള സുഗന്ധം, തൻ്റെ അധികാരപരിധിയിലുള്ള സുഗന്ധം. പല ആളുകൾ കാണാം, ടൗണിലുള്ള സുഹൃത്തുക്കളുടെ കടയൊക്കെ കയറിയിട്ട് ഒന്ന് ആ കുപ്യം തുറന്ന് ഒന്നിവിടെ വരട്ടും. അരുതേ. പുണ്യമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സഹോദരന്റെയോ ആരെങ്കിലും ഹദിയായി തന്നതോ, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അവന് കുപ്പിയുടെ അടപ്പം ഊരിയിട്ട് ശരീരത്തിൽ തേച്ച് തന്നാലൊക്കെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെയോ നമ്മുടെ ഭാര്യയുടെയോ പിതാവിൻ്റെയോ സഹോദരങ്ങളുടെയോ കൈവശമുള്ള, പ്രത്യേകിച്ച് പറഞ്ഞത് ഔ യമുസ്സു മിൻ തീബി ബൈത്തിഹി എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിലുള്ള സുഗന്ധം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അധികാര പരിധിയിലുള്ള, നമുക്ക് സ്വാതന്ത്ര്യമുള്ള, നമുക്ക് ഹലാലായ, ഹക്കായത് മാത്രമേ ഉപയോഗിക്കാവൂ. പച്ച മലയാളത്തിൽ ഓസിന് ഉപയോഗിക്കരുത് എന്നർത്ഥം. എന്നിട്ടോ പിന്നെ ഒന്നാമത്തെ മണിക്കൂറിൽ, അത് നിങ്ങൾ ഒന്നാമത്തെ മണിക്കൂർ എന്ന് വെച്ചാൽ ഏറ്റവും നേരത്തെ പള്ളിയിലെത്തുന്ന ആളുകൾക്ക്, അത് 11 മണിയാകട്ടെ 12 ആകട്ടെ എന്നല്ല, ഏറ്റവും ആദ്യത്ത്. പിന്നെ ഒന്നാമത്തെ മണിക്കൂർ അവൻ പള്ളിയിലെത്തിയാൽ ഒരൊട്ടകത്തെ അവന്റെ സമ്പാദ്യം കൊണ്ട്, വിയർപ്പ് കൊണ്ട് വാങ്ങിച്ച്, അവന്റെ കൈ കൊണ്ടറുത്ത്, അവന്റെ കൈ കൊണ്ട് മാംസം തയ്യാറാക്കി, അവന്റെ കൈ കൊണ്ട് മാംസം സാധുക്കൾക്ക് കൊണ്ടുകൊടുത്താൽ എത്ര പ്രതിഫലം കിട്ടുമോ അത്രയും പ്രതിഫലം. ഒന്നാമത്തെ മണിക്കൂറിൽ ഏകദേശം 1.5 ലക്ഷത്തിന്റെയും 2 ലക്ഷത്തിന്റെ ഇടയിലുള്ള പൈസ വേണം നല്ല ഒട്ടകത്തെ വാങ്ങി ഇറക്കണമെങ്കിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാണ്, രണ്ടാമത്തെ മണിക്കൂറിലാണ്, രണ്ടാമതായാണ് ഒരാൾ പള്ളിയിലേക്ക് നേരത്തെ വരുന്നതെങ്കിൽ ഒരു പശുവിനെയോ ഒരു മൂരിയെയോ ഒരു പോത്തിനെയോ അറുത്ത പ്രതിഫലം. ഒരു 50,000 മുകളിൽ നിന്ന് വിചാരിക്കാം. എങ്ങനെ? അവന്റെ വിയർപ്പ് കൊണ്ട്, അവൻ അധ്വാനിച്ച ഹലാലായ സമ്പത്ത് കൊണ്ട് വാങ്ങിച്ച പോത്ത് അവന്റെ കൈ കൊണ്ട് അറുക്കുന്നു, അവന്റെ കൈ കൊണ്ട് മാംസം തയ്യാറാക്കുന്നു, അവന്റെ കൈ കൊണ്ട് കവറിലാക്കി അവൻ സാധുക്കൾക്ക് കൊണ്ടുകൊടുത്താൽ എത്ര പ്രതിഫലം കിട്ടുമോ അത്രയും പ്രതിഫലം. രണ്ടാമത്തെ മണിക്കൂറിലെത്തിയ ആളുകൾക്കുണ്ട്. മൂന്നാമത്തെ മണിക്കൂറിലാണ്, മൂന്നാമതായാണ് ഒരാൾ പള്ളിയിലെത്തുന്നെങ്കിൽ ഒരാടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമുണ്ട്. നാലാമത്തെ മണിക്കൂറിലാണ്, നാലാമതായാണ് ഒരാൾ പള്ളിയിലെത്തുന്നതെങ്കിൽ ഒരു കോഴിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമുണ്ട്. അഞ്ചാമത്തെ മണിക്കൂറിലാണ് അവൻ പള്ളിയിലെത്തുന്നതെങ്കിൽ, ഈ നിബന്ധനകളൊക്കെ പാലിച്ച് അവൻ പള്ളിയിലെത്തുന്നതെങ്കിൽ ഒരു കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലമുണ്ട്. ഇമാം മിമ്പറിലേക്ക് പ്രവേശിച്ചാലോ മലക്കുകൾ ഇമാമിന്റെ ഉത്ബോധനം കേൾക്കാൻ തിരിഞ്ഞിരിക്കും. അതുവരെ മലക്കുകളെല്ലാം ഓരോ വാതിലിലും സന്നിഹിതരായിരിക്കും. ആരാണ് വരുന്നത്, ആർക്കാണ് ഒട്ടകം, ആർക്കാണ് പശു, ആർക്കാണ് ആട്, ആർക്കാണ് കോഴി, ആർക്കാണ് കോഴിമുട്ട എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെക്കും. സഹോദരങ്ങളെ, നമ്മുടെ പുണ്യത്തിന് വേണ്ടിയാണ്, നമ്മുടെ നമുക്ക് പുണ്യം വാരിക്കൂട്ടാൻ വേണ്ടിയാണ് ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസരഹിതമായിട്ട് നമുക്ക് കിട്ടാവുന്ന പ്രതിഫലമാണ്. ഇനിയെങ്കിലും ഇനിയുള്ള മാസങ്ങളിൽ, ഇനിയുള്ള ആഴ്ചകളിൽ
ഈ പുണ്യം വാരിക്കൂട്ടാൻ പ്രയാസരഹിതമായ വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാവുന്ന ഇബാദത്തുകളാണ്. അത് വാരിക്കൂട്ടാൻ, അതിനെ ലഭിക്കാൻ വേണ്ടി ആർത്തി കാണിക്കാൻ പരിശ്രമിക്കുക. അതിനാണ് ഞാനും നിങ്ങൾ മത്സരിക്കേണ്ടത്. അതിനുള്ളതായിരിക്കട്ടെ ഇനിയുള്ള ആയുസ്. അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത സകലവിധ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിതത്തിലുള്ള എല്ലാ വീഴ്ചകളും അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ സഹോദരങ്ങൾക്ക് അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. أقم الصلاة.